മലയാള സിനിമ പ്രേമികളെയും ബോക്സ് ഓഫീസ് ട്രാക്കർമാരെയും ഒരേ സമയം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഏറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പരന്ന റൂമറുകൾക്ക് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കുകയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, ഒടുവിൽ ആഗോളതലത്തിൽ വൻ വിജയമായി മാറിയ പ്രേമലു എന്ന ചിത്രങ്ങൾക്ക് ശേഷം ഹിറ്റ് മേക്കർ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റ് അഥവാ BKU എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ നിവിൻ പോളിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന വാർത്ത തിയേറ്റർ വ്യവസായത്തിന് വലിയൊരു ഉണർവാണ് നൽകുന്നത്. 2026 ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന കൃത്യമായ പ്രഖ്യാപനത്തോടെ വരാനിരിക്കുന്ന ഫെസ്റ്റിവൽ സീസണിലെ ഏറ്റവും വലിയ ബിസിനസ് സാധ്യതകളിലേക്കാണ് ഈ പ്രോജക്ട് വിരൽ ചൂണ്ടുന്നത്. ഈ ചിത്രത്തിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ മലയാളത്തിൽ ഒട്ടേറെ കലാമൂല്യവും ജനപ്രിയതയുമുള്ള സിനിമകൾ സമ്മാനിച്ച ഭാവന സ്റ്റുഡിയോസ് തന്നെയാണ് ഈ പ്രോജക്ടിന് പിന്നിലുള്ളത് എന്നത് ചിത്രത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇരട്ടിയാക്കുന്നു. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രമാണിത്. റൊമാന്റിക് കോമഡി ജോണിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ പ്രേമലുവിലൂടെ തെന്നിന്ത്യൻ സെൻസേഷനായി മാറിയ മമിത ബൈജു ആണ് നായികയായി എത്തുന്നത്. ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും ചേർന്ന് രചന നിർവഹിച്ച ചിത്രത്തിനായി ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം തുടങ്ങിയ വ്യത്യസ്തമായ ലൊക്കേഷനുകളായി 100ലധികം ദിവസങ്ങളാണ് ചിത്രീകരണത്തിനായി ചിലവഴിച്ചത്. അജ്മൽ സാബുവിന്റെ ഛായാഗ്രഹണവും വിഷ്ണു വിജയിയുടെ സംഗീതവും ആകാശ് ജോസഫ് വർഗീസിന്റെ എഡിറ്റിംഗും ചിത്രത്തിന് മികച്ച സാങ്കേതിക അടിത്തറ ഉറപ്പു നൽകുന്നു. ഈ പ്രൊജക്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. സമീപകാലത്ത് നിവിൻ പോളി എന്ന നടന്റെ കരിയറിലെ ബോക്സ് ഓഫീസ് ഗ്രാഫ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ആവശ്യപ്പെടുന്ന സമയത്താണ് പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൊമാന്റിക് കോമഡി ജോണറിലേക്ക് അദ്ദേഹം വീണ്ടും ശക്തമായി ചുവടുവെക്കുന്നത്. മുൻപ് സർവം ജയമയം എന്ന ചിത്രത്തിന് ശേഷം നിവിൻ ഈ പ്രമുഖ ബാനറിനൊപ്പം ഒന്നിക്കുമ്പോൾ വിപണിയിലെ വിതരണക്കാരും തിയേറ്റർ ഉടമകളും വലിയ പ്രതീക്ഷയിലാണ്. ഫെസ്റ്റിവൽ സീസണുകളിൽ ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഗിരീഷ് ഷെഡി ബ്രാൻഡ് ഹ്യൂമറും ഭാവന സ്റ്റുഡിയോസിന്റെ ക്വാളിറ്റിയും ഒത്തുചേരുമ്പോൾ ഇൻഡസ്ട്രിയുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി എഴുതപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരു മികച്ച സിനിമാ വിശകലനത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ കേവലം സ്റ്റാർ വാല്യൂവിനെ മാത്രം ആശ്രയിക്കാതെ ശക്തമായ തിരക്കഥയ്ക്കും ക്രിയേറ്റീവ് മേക്കിങ്ങിനും പ്രാധാന്യം നൽകുന്ന ഒരു നിർമ്മാണ ശൈലിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻഡസ്ട്രിയിലെ വൻകിട ഹൈപ്പുകളിലേക്ക് വഴിമാറാതെ കഥാപാത്രങ്ങളുടെ റിലേറ്റബിലിറ്റിക്കും സ്വാഭാവികമായ തമാശകൾക്കും പ്രാധാന്യം നൽകുന്ന ഗിരീഷ് ഷെഡി ശൈലി നിവിൻ പോളിയുടെ ടൈമിംഗുമായി ചേരുമ്പോൾ അത് തിയേറ്ററുകളിൽ മികച്ച കെമിസ്ട്രി സമ്മാനിക്കും. സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക ട്രെൻഡുകൾക്കൊപ്പുറം കൃത്യമായ പ്രീ പ്രൊഡക്ഷനും 100 ദിവസത്തെ വിപുലമായ ഷൂട്ടിങ്ങും ചിത്രത്തിന് പിന്നിലെ ഗൗരവകരമായ സിനിമാറ്റിക് സമീപനത്തെയാണ് വ്യക്തമാക്കുന്നത്. ഓണം ബോക്സ് ഓഫീസിനെ റീഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഇത്തരം വലിയ പ്രോജക്റ്റുകളുടെ വ്യാപ്തി മനസ്സിലാക്കുക എന്നത് സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനും അനിവാര്യമാണ്. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷെഡി ഒരുക്കുന്ന ഈ റൊമാന്റിക് കോമഡി എന്റർടൈനറിൽ നിന്നും നിവിൻ പോളി, മമിത ബൈജു കൂട്ടുകെട്ടിൽ നിങ്ങൾ എത്രത്തോളം വലിയൊരു തിയേറ്റർ വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. മലയാള സിനിമയുടെ പുതിയ ഇൻഡസ്ട്രി അപ്ഡേറ്റുകൾ കൃത്യമായ വിശകലനങ്ങളോടെ വേഗത്തിൽ അറിയാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.